കർക്കിടക പുലരിയിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ 50 ഗജവീരന്മാർക്ക് ഊട്ട്. കനത്ത മഴയിലും ആനയൂട്ടിന് സാക്ഷിയാകാൻ വടക്കുംനാഥനിലേക്ക് എത്തിയത് 1/4 ലക്ഷത്തിലേറെ പേരാണ്. കർക്കിടകമൊന്നിലെ പ്രശസ്തമായ ആനയൂട്ടിന് വടക്കുംനാഥന്റെ മുറ്റത്ത് സദ്യയുണ്ണാൻ ഗജവീരന്മാർ നിരന്നു. കനത്ത മഴ പെയ്യുമ്പോഴും ചുറ്റിനും ആനപ്രേമികളുടെ ആരവം മുഴങ്ങി. രാവിലെ 5 മണിയോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു. 10,008 നാളികേരം, 2000 കിലോഗ്രാം അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള് തുടങ്ങിയവയാണ് ഹോമത്തിന് ഉപയോഗിച്ചത്. തുടർന്ന് രാവിലെ 9:30 പ്രശസ്തമായ ആനയൂട്ട് ചടങ്ങുകൾക്ക് തുടക്കമായി. ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് കൊടുക്കുന്നത്. 500 കിലോ അരിയുടെ ഉരുളകളാക്കി അതിൻ്റെ കൂടെ ഔഷധം ഉരുളയാണ് ആദ്യം കൊടുത്തത്. അരിയായിട്ട് വിഭവസമൃദ്ധമായ സദ്യ ആനകൾക്ക് 9 കൂട്ടം കറികൾ കൊടുക്കുക. അറിയാത്ത ആനയ്ക്ക് കുറിച്ചാണ് പഴം കത്തിരിക്കുക, തണ്ണിമത്തൻ, മാമ്പഴം, പൈനാപ്പിൾ, ചോളം, 9ഓളം ഫ്രൂട്ട്സ് നമ്മൾ ഒരുക്കിയിട്ട് ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും എല്ലാ ഭക്തജനങ്ങളും ആനയ്ക്ക് വിഭവസമൃദ്ധമായി കൂട്ടാനുള്ള ഒരു സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി. മന്ത്രി OJ ജനീഷ്, തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, MLA-മാരായ ചാണ്ടി ഉമ്മൻ, രാജൻ പല്ലൻ എന്നിവരും ലക്ഷ്മിക്കുട്ടിക്ക് ഉരുളകൾ നൽകി. എറണാകുളം ശിവകുമാർ, പാറമേക്കാവ് കാളിദാസൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പുതുപ്പള്ളി കേശവൻ, ബാസ്റ്റിൻ വിനയസുന്ദർ തുടങ്ങിയ ഗജവീരന്മാരും 9 പിടിയാനകളും ഉൾപ്പെടെ 50 ആനകളാണ് ഇത്തവണ വടക്കുംനാഥന്റെ മണ്ണിൽ സദ്യയുണ്ണാൻ അണിനിരന്നത്. 500 കിലോഗ്രാം അരിയിട്ട് വേവിച്ച് അഷ്ടചൂർണവും പ്രത്യേക മരുന്നുകളും ചേർത്ത് ഓരോ ആനയ്ക്കും 10 ഉരുള വീതം ചോറ് നൽകി. ഒപ്പം ആപ്പിൾ, മുന്തിരി, കരിമ്പ്, പഴം, തണ്ണിമത്തൻ, കക്കിരിക്ക, ഓരോ ആനയ്ക്കും 10 പട്ട, 2000 കിലോഗ്രാം പുല്ല് എന്നിവയുൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ. ജനപ്രതിനിധികളും ദേവസ്വം അധികൃതരും പൗരപ്രമുഖരും ഭക്തരും ആനകൾക്ക് ഭക്ഷണം നൽകി. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.